അഭിപ്രായം പറയാനുള്ള ആർജവം അടിയറ വയ്ക്കാതെ പോരാട്ടം തുടരുമെന്നാണ് ഈ ഒരു തീരുമാനം വന്നതിന് പിന്നാലെ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായ പി ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി കോടതി തള്ളിയതിന് പിന്നാലെ ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരണം വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഫെലിക്സ് നൽകും. ഫെലിക്സ്, അന്ന് ഏറ്റവും കൂടുതൽ ആരോപണത്തിന് വിധേയയായ ആൾ, അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് പ്രേരണ എന്നുള്ള രീതിയിൽ കേസ്, ജയിൽവാസം ഒക്കെ അനുഭവിച്ചതാണ് പി ദിവ്യ. ഇപ്പോൾ ഇന്ന് ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയതോടുകൂടിയാണ് പി ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത്? രാജീവ് ദേവരാജ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് ഈ അനീതി കൺകുളർക്ക് കാണാനുള്ള കരുത്തും അഭിപ്രായം പറയാനുള്ള ആർജവവും അടിയറവ് വെക്കരുത്, പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നതാണ്. അപ്പോൾ അനീതി കൺകുളർക്ക് കാണാനുള്ള കരുത്ത് എന്ന് പറയുമ്പോൾ നവീൻ ബാബു അനീതി ചെയ്തു, ആ അനീതി താൻ പരസ്യമായി പറഞ്ഞു, അതിൽ അഭിപ്രായം പറയാനുള്ള ആർജവവും അടിയറവ് വെക്കരുത് എന്നതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അനീതി നവീൻ ബാബു ചെയ്തു, ആ അനീതി യോടുള്ള അഭിപ്രായം താൻ തുറന്നു പറഞ്ഞു, അതിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത് എന്ന്, അതായത് താൻ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ഇപ്പോൾ പി ദിവ്യ വ്യക്തമാക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു, നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്നതാണ് അന്ന് പി ദിവ്യ പരസ്യമായി അവിടെ എത്തി സംസാരിച്ചത്. അതിലവർ ഉറച്ചു നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ പാർട്ടി പല നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. പക്ഷേ കണ്ണൂർ ജില്ലാ നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത് പി ദിവ്യ പറഞ്ഞ കാര്യങ്ങളിൽ അതിൽ അന്വേഷണം നടക്കട്ടെ, അതിലൊരു തീരുമാനം വരട്ടെ. പക്ഷേ അങ്ങനെ ഒരു പൊതുവേദിയിൽ അല്ലെങ്കിൽ ഒരു യാത്രയപ്പ് ചടങ്ങിൽ ക്ഷണിക്കാതെ അവിടെ കയറി ചെന്ന് ഇത്തരമൊരു കാര്യം പറഞ്ഞതാണ് തെറ്റായ കാര്യം. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് CPM വ്യക്തമാക്കുമ്പോഴും പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് പി ദിവ്യ. അതാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്ന് പി ദിവ്യ വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു പക്ഷേ പി ദിവ്യ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള സാധ്യത കൂടിയാണ് കാണുന്നത്. ശരി, ഫെലിക്സ് പുളിക്കലാണ് വിവരങ്ങൾ നൽകിയത്.